മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ തിരുവനന്തപുരം മേഖല മെത്രാപ്പൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് ചുമതലയേറ്റു. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു. ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയും മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. ശ്രേഷ്ഠ ബസേലിയസ് ജോസഫ് കത്തോലിക്ക ബാവയും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രാർത്ഥനയ്ക്കും വേദവായനയ്ക്കും ശേഷം സ്ഥാനമേൽക്കുന്ന മെത്രാപ്പൊലീത്തയെ സിംഹാസനത്തിലിരുത്തി സ്ഥാനത്തിന് യോഗ്യൻ എന്നർത്ഥമുള്ള ഓക്സിയോസ് എന്ന് 3 പ്രാവശ്യം പ്രധാന കാർമ്മികർ ചൊല്ലി. മെത്രാപ്പൊലീത്ത പദവി സമർപ്പണത്തിൻ്റെതാണെന്നും ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യമെന്നും ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മെത്രാപ്പൊലീത്ത പ്രസംഗിക്കുക മാത്രമല്ല, കേൾക്കാൻ കൂടി തയ്യാറാകണം. യുവജനങ്ങളെ ചേർത്ത് നിർത്താനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടയന്റെ ദൗത്യം അധികാരമല്ല, ഇടയന്റെ ദൗത്യം സേവനമാണ്. അധികാരത്തോടെ ഭരിക്കുന്നതിലപ്പുറമായി സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാൻ ഒരു മെത്രാപ്പൊലീത്തയ്ക്ക്, ഒരു ഇടയശ്രേഷ്ഠന് സാധിക്കണം. മെത്രാപ്പൊലീത്തയുടെ സ്ഥാന വേഷങ്ങളും ഈ സ്ഥാന ചിഹ്നങ്ങളും ഒക്കെ ബഹുമതിയുമൊക്കെ അത് സിംഹാസനത്തിലേക്കല്ല, പ്രത്യുത സേവനത്തിൻ്റെ കുരിശിലേക്കുള്ളൊരു യാത്രയാണ് എന്നുള്ള ബോധ്യപ്പെടൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഞാനടക്കമുള്ളവരെല്ലാവരും ഓർത്തിരിക്കേണ്ടതും ധ്യാനിക്കേണ്ടുന്നതുമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തീഡ്രലിലെത്തി ആശംസ അർപ്പിച്ചു. വർഷങ്ങളായി തുടരുന്ന യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കണം എന്നത് തന്റെ സ്വപ്നമാണെന്നും അതിനുള്ള പരിശ്രമമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി സഭാ നേതൃത്വത്തിന് ഉറപ്പു നൽകി. എനിക്കൊരു വലിയ ആഗ്രഹവും വലിയൊരു സ്വപ്നവും കൂടിയുണ്ട്. ഞാൻ ക്ലീമീസ് ബാവ ഇവരെയോട് ഇത് പങ്കുവച്ചതാണ്. വർഷങ്ങളായി, ദശകങ്ങളായി നിൽക്കുന്ന സഭാ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സർക്കാർ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിൻ്റെ ഏറ്റവും അറ്റത്ത് പോയി ചെയ്യും. അതൊരു സ്വപ്നം കൂടിയാണ്. ഈ സർക്കാരിൻ്റെ സമയത്ത് ഈ സഭാ തർക്കത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി, പാളയം ഇമാം ഡോക്ടർ പി.വി. ഷുഹൈബ് മൗലവി, ബിഷപ്പുമാരായ ഡോക്ടർ യുഹനാൻ മാർ അലക്സിയോസ്, ഡോക്ടർ ആന്റണി മാർ സിൽവാനിയോസ്, മാത്യു മാർ സിൽവാനിയോസ്, ജെ സുന്ദർ സിംഗ്, ഡോക്ടർ സെൽവദാസ് പ്രമോദ് തുടങ്ങി ആത്മീയ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ ആശംസയർപ്പിച്ചു. ജനം, തിരുവനന്തപുരം. PMC പദ്ധതിയിൽ ന്യായീകരണവുമായി പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിവെച്ച പ്രതിസന്ധിയാണ് നിലവിലെ സർക്കാരിനുള്ളതെന്ന് N. ഷംസുദ്ദീൻ പറഞ്ഞു. ഉപസമിതി യോഗം ഒന്നുകൂടി ചേർന്നതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭിപ്രായമല്ല, വ്യത്യസ്ത രീതികൾ, പ്രശ്നങ്ങളുണ്ടല്ലോ. PM-ശ്രീയോടുള്ള രാഷ്ട്രീയ നിലപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ചതാണ്. അതൊന്നും ആരും മാറ്റിയിട്ടില്ല. ഇവിടെയുള്ള പ്രശ്നം, ഞങ്ങൾ ഈ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച പ്രതിസന്ധികളാണ് പ്രശ്നം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ